പ്രശാന്ത് പത്മനാഭൻ. ഇപ്പോൾ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് നീതി ലഭിക്കും വരെ മുനമ്പത്തുകാർ നിയമ പോരാട്ടം തുടരേണ്ടി വരുമെന്നാണ്. അവരുടെ മുന്നിൽ അല്ലെങ്കിൽ കോടതിയുടെ മുന്നിലേക്ക് എത്താൻ പോകുന്ന ഒരു വിഷയം ഈ പുതിയ വഖഫ് ഭേദഗതി നിയമത്തിന് മുനമ്പം വിഷയത്തിൽ അനുകൂലമായ അതിന് ചേർന്ന് നിൽക്കുന്ന ഒരു മുൻകാല പ്രാബല്യം ഈ വിഷയത്തിന് ലഭിക്കുമോ എന്നതാണല്ലോ. അത് നിശ്ചയിക്കാൻ സമയമായോ? കോടതി ഇപ്പോൾ ഈ നിർദ്ദേശങ്ങളിലൊക്കെ ഇടപെടൽ നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ആലോചനകളിലേക്കും തർക്കത്തിലേക്കും ഒക്കെ പോവുകയാണെങ്കിൽ അത് മുനമ്പം പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതിനും കാലതാമസം ഉണ്ടാക്കില്ലേ? ഈ നിയമം കൊണ്ട് മുനമ്പത്തുകാർക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്? മുനമ്പത്തെ നിവാസികളോട് എനിക്ക് പൂർണ്ണമായ എമ്പതി വെച്ചുകൊണ്ട് ഞാനൊരു കാര്യം വിശദീകരിക്കാൻ ശ്രമിക്കാം. ഒരു മിനിറ്റ്. അതായത് അഡ്വക്കേറ്റ് റോയ് കുരിശിങ്കലും ഞാനും തമ്മിൽ ഒരു തർക്കം ഉണ്ടെന്ന് വിചാരിക്കുക. കോടതിയിൽ പോയത് സുപ്രീം കോടതിയിൽ വരെ വന്ന് കേസ് തീരുമാനിക്കുന്നു. അഡ്വക്കേറ്റ് റോയ് കുരിശിങ്കലിന് ഫേവറബിൾ ആയിട്ട് ഓർഡർ കിട്ടുന്നു. കോടതി വിധി വന്നു കഴിഞ്ഞു. പാർലമെന്റിന് നാളെ ഒരു നിയമം കൊണ്ടുവന്നിട്ട് ഈ ഒരു പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടിൽ പ്രശാന്ത് പത്മനാഭൻ ജയിച്ചിരിക്കുന്നു എന്നൊരു നിയമം കൊണ്ടുവരാൻ കഴിയില്ല. ഒരു കോടതിയിലൂടെ തീർപ്പായ വിഷയം, ഞങ്ങൾ തമ്മിലുള്ള ഒരു തർക്കം, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു തർക്കം കോടതി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അന്തിമമാണ്. പാർലമെന്റിന് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? പാർലമെന്റിന് ഈ വിധി വന്നതിൻ്റെ ബേസിസ്, അതിൻ്റെ ലീഗൽ ബേസിസ് ചേഞ്ച് ചെയ്യാം, പുതിയ നിയമം ഉണ്ടാക്കാം. ഉദാഹരണത്തിന് ഞങ്ങൾ തമ്മിലുള്ള തർക്കം അഡ്വേഴ്സ് പൊസഷൻ ആണെന്ന് വിചാരിക്കുക. കൈവശം ഒരാൾ തുടർച്ചയായിട്ട് ഒരു വഴി നടക്കുന്ന അവകാശം, അങ്ങനെ എന്തെങ്കിലും, അത് അഡ്വേഴ്സ് പൊസഷൻ എന്ന് പറയും. പാർലമെന്റ് ഒരു നിയമം കൊണ്ടുവന്നിട്ട് അഡ്വേഴ്സ് പൊസഷൻ ഇല്ലാതാക്കുന്നു എന്ന് കൊണ്ടുവരികയാണ്. അത് മുൻകാല പ്രാബല്യത്തോടു കൂടി വേണമെങ്കിലും കൊണ്ടുവരാം. ആ നിയമം സാധുവാണെന്ന് കോടതി കണ്ടെത്തിയാൽ അതിൽ ജയിച്ച ആൾ ചിലപ്പോൾ തോറ്റുപോകുന്ന ഒരു സ്ഥിതി വന്നേക്കാം. ആ രീതിയിലല്ലാതെ ഈ മുനമ്പത്ത് ഒരു പ്രശ്നത്തിന് പരിഹാരം ഒരു നിയമത്തിലൂടെ ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ കഴിയില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്ന് അദ്ദേഹം ഇപ്പോൾ അഡ്വക്കേറ്റ് റോയ് കുരിശിങ്കിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ച് ആ സെക്ഷൻ 2A ഉണ്ടല്ലോ, അമെൻമെന്റിനകത്ത് സെക്ഷൻ 2A എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് ഒറിജിനൽ ആക്ടിലെ സെക്ഷൻ 2 സെക്കൻഡ് പ്രൊവൈസോ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ട്രസ്റ്റ് ആയിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അത് ഈ വഖഫ് നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി ചീഫ് ജസ്റ്റിസ് ഇന്ന് ചോദിച്ചു. സുപ്രീം കോടതിയിൽ വാദം കേട്ടപ്പോൾ ചോദിച്ചത്, എങ്ങനെയാണ് കോടതി വിധികളെ നിങ്ങൾ ഇങ്ങനെ അപ്രസക്തമാക്കി കളയുന്നത്? കോടതി വിധികളെ അപ്രസക്തമാക്കാം. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ എനി ജഡ്ജ്മെന്റ് എന്നാണ് പറയുന്നത് അതിനകത്ത്. അതായത് കോടതി വിധികളിൽ എന്ത് തന്നെ പറഞ്ഞാലും ഇനി മുതൽ ഇങ്ങനെയാണ്. അതിൽ ചോദിച്ചത്, ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്, ലെജിസ്ലേച്ചർ കാനോട്ട് ഡിക്ലെയർ എനി ജഡ്ജ്മെന്റ് ഓർ ഡിക്രി ഓഫ് എ കോർട്ട് ആസ് വോയിഡ്. യു ക്യാൻ റിമൂവ് ദ ബേസിസ് ഓഫ് ലോ ബട്ട് യു കാനോട്ട് ഡിക്ലെയർ എനി ജഡ്ജ്മെന്റ് ഓർ ഡിക്ലെയർ ആസ് നോട്ട് ബൈൻഡിങ് എന്ന് ചീഫ് ജസ്റ്റിസ് ഇന്ന് ഓറലായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതിൽ മനസ്സിലാക്കുന്നത് എന്താണ്? 1975 കേരള ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടെങ്കിൽ ആ വിധി അതിലെ പാർട്ടികളെ സംബന്ധിച്ച് ഫൈനലാണ്. ആ വിധി പുനഃപരിശോധിക്കപ്പെടാതെ അല്ലെങ്കിൽ അത് സുപ്രീം കോടതി വീണ്ടും തെറ്റാണെന്ന് പറയാതെ അതിൻ്റെ ലീഗൽ ബേസിസ് പോകാതെ ഒരു നിയമം മുഖാന്തരം അത് ഇല്ലാതാക്കാൻ കഴിയുന്നില്ല. അതാണ് ഇന്ന് കോടതിയിൽ വീണ്ടും, ഇത് മുനമ്പം ഇഷ്യൂ അല്ല വന്നത്, ഞാൻ പറഞ്ഞ ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഈ ഒരു കാര്യം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം അഭിഭാഷകനാണ്. അപ്പം ഇവരോടുള്ള എല്ലാ നമ്മുടെ എമ്പതിയും വെച്ചുകൊണ്ട് പറയുകയാണ്, ഇതിനകത്ത് മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. കാരണം അവരൊരു നിയമ പോരാട്ടത്തിലാണ്. ഈ നിയമ മുഖാന്തരം പാർലമെന്റ് ഇവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഇങ്ങനെയാണ് നടക്കുന്നത്, എല്ലായിടത്തും നടക്കുന്നതെന്ന് കാണിച്ച് ഇവിടെ വന്ന് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു, കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ നിയമം തന്നെ മാറ്റിക്കളയുക എന്നുള്ളതല്ല അതിൻ്റെ സൊല്യൂഷൻ എന്നാണ് ഇന്ന് വാദിച്ചത്. ചീഫ് ജസ്റ്റിസ് തന്നെ ഒരു അഭിഷേക് സിംഗ്വിയുടെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഡൽഹി ഹൈക്കോടതി ഇരിക്കുന്ന സ്ഥലം വഖഫാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അതിന് വാദത്തിന് മറുപടിയായിട്ട് പറഞ്ഞത്, ഒരു മിസ്യൂസ് ഉണ്ടെങ്കിൽ ആ മിസ്യൂസിനുള്ള മറുപടി എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമം കൊണ്ടുവരിക എന്നുള്ളതല്ല. എവിടെയെങ്കിലും ഇത് മിസ്യൂസ് ചെയ്യപ്പെട്ടിരിക്കാം, ഏത് നിയമവും മിസ്യൂസ് ചെയ്യപ്പെടാം. അപ്പോൾ അതാണ് പറഞ്ഞത്. അതുകൊണ്ട് വഖഫിൻ്റെ പ്രശ്നം, മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് പഴയ നിയമത്തിൻ്റെ ബേസിസ് ആയാലും പുതിയ നിയമത്തിൻ്റെ ബേസിസിലായാലും അല്ല, അതിനകത്തെ കക്ഷികൾ ഒരുമിച്ചിരുന്ന് സമവായത്തിലൂടെയാണെങ്കിലും കോടതിക്ക് വെളിയിലൂടെയാണെങ്കിലും ഏതെങ്കിലും രീതിയിൽ അത് പരിഹരിക്കപ്പെടേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. അതൊരു സമവായത്തിലൂടെ പരിഹരിക്കപ്പെടേണ്ടതാണ്. ഇതൊരു ഇഷ്യൂ ആയിട്ട് മാറിയിട്ട് ഇതിന് പുതിയ നിയമം മാത്രമേ ഉള്ളൂ അതിനെ രക്ഷ എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്നതിനോടും എനിക്ക് യോജിപ്പില്ല.
ഏത് രീതിയിലായാലും ആ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണ്. അത്രയുമേ പറയാനുള്ളൂ ആ വിഷയത്തിൽ.